ഗുഡ് മോർണിംഗ്. ഈ നിൽക്കുന്ന മിൻറ്റും കൊറിയാൻഡറും ഇങ്ങനെ നന്നായി വളർന്നു നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഞാൻ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. കിടന്നുറങ്ങി വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ട്രാം സ്റ്റേഷനിലെത്തി. നമ്മുടെ നാട്ടിലെ മെട്രോ സ്റ്റേഷൻ പോലെയാണ് ഇവിടെ ട്രാം. ലുവാസ് എന്നൊക്കെയാണ് ഈ കൊച്ചു ട്രെയിനെ വിളിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് താലാഗഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ഒരു 1 ഇയറോളമായിട്ട് താമസിക്കുന്നത്. ആദ്യം ഞങ്ങൾ ലൂക്കൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ട്രാമിൽ എനിക്കൊരു 40 മിനിറ്റ്സോളം ജേണിയുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് സെൻറ്റ് ജെയിംസസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഈ ട്രാമിൽ കയറി കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് താലാഗഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനാണെങ്കിൽ ഒരു 1/2 അവർ, ബസ്സിനാണെങ്കിൽ ഒരു 10 മിനിറ്റ്, കാറിനാണെങ്കിൽ ഒരു 5 മിനിറ്റ്. അത്രയും ദൂരം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് രാവിലെ കാറിന് വന്നാൽ മതി, 5 മിനിറ്റ് കൊണ്ട് എത്തും. കാണുന്ന ഇതാണ് കറക്റ്റ് എൻട്രൻസ് വ്യൂ എന്ന് തോന്നുന്നു. വേറെ ബാക്കിലും ഉണ്ട്. ഇവിടെയാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സെൻറ്റ് ജെയിംസസിലെത്തി. ജെയിംസസ് ഹോസ്പിറ്റലിൽ ശരിക്കും 3 സ്റ്റോപ്പുണ്ട് നമ്മുടെ ട്രാമിൽ തന്നെ. ആദ്യം റിയാൽറ്റോ എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, പിന്നെ ഞാൻ ഇറങ്ങിയത് ഫാത്തിമ എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, പിന്നെ ഫ്രണ്ടിൽ ജെയിംസസ് എന്ന് പറഞ്ഞ, അങ്ങനെ 3 ട്രാം സ്റ്റേഷൻ സ്റ്റോപ്പ് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന 5 ഹോസ്പിറ്റൽസ് ചേർന്ന എന്തോ ആണ് ഇപ്പോഴത്തെ ജെയിംസസ് ഹോസ്പിറ്റലായിട്ട് ഫോം ചെയ്തേക്കുന്നതെന്നാണ് ഞാൻ ഇൻഡക്ഷൻ ക്ലാസ്സിൽ കേട്ടത്. നൈറ്റെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ബസ്. വൈകുന്നേരം ഹസ്ബൻഡ് കൊണ്ടുവിട്ടുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മൾ ബസ്സിൽ കയറി, ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിതാ വീടെത്തി. അന്നങ്ങനെ വന്ന് കിടന്നുറങ്ങി. ഡേ 2 നമുക്ക് ഓണാഘോഷമായിരുന്നു. കാരണം സൺഡേ എനിക്ക് വീണ്ടും നൈറ്റ് ഉണ്ട്. അപ്പം സാറ്റർഡേ ഞങ്ങൾ കൊച്ചു രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു. സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞ് പഴവും പായസവും ബോളിയെല്ലാം കൂട്ടി കഴിച്ച് പിന്നെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ഓർത്തപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ വിക്ല മോഡലിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ അവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് കാറ്റ് കുറവുള്ള സ്ഥലത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. അങ്ങനെ ഈ വർഷത്തെ ഓണം തീർന്നു.